frustrating but always rewarding. Remember, teaching is just a transferring a knowledge. It's about igniting curiosity, sparking creativity, and nurturing empathy. Let us embrace the magic of movement, the welcome dance. More than mere art unfolding before our eyes, it is a heartfelt expression of joy and respect for our esteemed guest. So without further ado, let the rhythm guide us as we welcome this enchanting performance. തുണയായി കനലാകണം
Prasad, Secretary of MES Management Committee, onto the stage for the welcome speech. Respected Chairman of this convocation function, Janab V.A. Pradeep, our Chief Guest, Professor Francis Chandran, our Corporate Chairman, Dr. Rahim Hassan, MES Office Bearers, Janab G.M. Sabir Hussain, Janab Imam Ashraf, Janab E.M. Abdul Salam, Advocate Ismail Khan, respected principal of the college, Professor Dr. Amana, our guests of the day who are here to receive the honor in favor of MES Training, Dr. Tito Pong, Dr. Bindu M.K., Mr. Bindu V.S., our rank holders of the year, Sri Lakshmi V.B., Renia M., Gina Sherry, Sandra Pradeep, Amara Stephen, Dia Johnson, Junaida Naji, Anshika, Vinci Matthew, Aisha P.K., Program Coordinator, Rita Kovalakshman, Student Representative Mohammed Ruiz, my dear beloved students, respected parents, and other MES, my colleagues in MES who have arrived on our invitation, respected teachers, marketing staff, and the remaining one and all. Good morning to all of you. MES Training College 2022-24 വർഷത്തിൽ ഇവിടെ നിന്ന് പാസ് ഔട്ടായ കുട്ടികളുടെ കോൺവോക്കേഷൻ സെറമണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ്, വയനാട് വരെയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നു എന്ന് കാണാൻ പറ്റും. കുറേ പേര് ഇന്ന് 11 മണിക്ക് ആലുവായിലേക്ക് ട്രെയിനിൽ ഇവിടെ എത്തിച്ചേർന്നവരാണ്. ഈ ഒരു 2ാം ശനിയാഴ്ച മാത്രമാണ് ഈ കുട്ടികൾക്കൂടെ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദിവസം ചൂസ് ചെയ്തത്. ഇവിടെ സന്തോഷത്തോടെ കൂടെ പറയട്ടെ, ഇവിടുന്ന് പാസ് ഔട്ട് ചെയ്താൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥിനികൾ എല്ലാവരും ഇന്ന് വിദ്യാർത്ഥിനല്ല, പകരം അധ്യാപകരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു കോൺവോക്കേഷൻ സെറമണിയിലെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ചെറിയ വ്യത്യാസങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫറൻസസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോട് ഇന്നിവിടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, പിന്നെ വരുന്നത് ഒരു കോൺവോക്കേഷൻ മെസ്സേജാണ്. ഇത്രമാത്രം. അല്ലാണ്ട് മറ്റു പ്രസംഗങ്ങൾക്ക് കോൺവോക്കേഷൻ ഫംഗ്ഷനിൽ പ്രസക്തിയില്ല. MESന് വേണ്ടി സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് ഇതിൻ്റെ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും രക്ഷിതാക്കളടക്കമുള്ളവർക്ക് അദ്ദേഹത്തെ കോളേജിലേക്കുള്ള ഫംഗ്ഷനിൽ കണ്ട് പരിചയമുണ്ട് എന്നുള്ളവരൊക്കെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ഫ്രാൻസിസ് ചെറുനില, ഫ്രാൻസിസ് CA എന്നും അദ്ദേഹത്തെ അറിയാം. മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് 60-ൽ പരം ബുക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അക്കാഡമിക് ബുക്സിൽ ജന്മമെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതായാലും ബുക്സ് മറ്റ് ഭാഷകളിലേക്ക്, അറബിക്കിലേക്കടക്കം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കാലിക്കറ്റിൽ പ്രൊഫസറായിരുന്നു. ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡയറക്ടറായിരുന്നു. അവിടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ 50-ാമത്തെ ബുക്കിൻ്റെ പബ്ലിക്കേഷൻ
വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു കുസൃതിയുടെ പുറത്തൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് തോന്നി. അന്ന് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ അധ്യാപക സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെട്ടിരുന്നൊരു ഗ്യാങ് ഉണ്ട്. അവിടെ അറിയപ്പെടുന്ന പഞ്ചപാണ്ഡവരെന്നാണ്. ഞാനും അതിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അധ്യാപകൻ പ്രൊഫസർ C.A. ഫ്രാൻസിസ്. അപ്പോൾ ആ 50ാമത്തെ ബുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് സെലിബ്രേറ്റ് ചെയ്തത് ഇൻ്റർനാഷണൽ സെമിനാറിൻ്റെ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് എന്തൊക്കെ വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന നിലയ്ക്കാണ്. ഫ്രാൻസിസ് ചെറുനിലം സാറിനെ എല്ലാ ആദരവോടും കൂടി ഈ ഫംഗ്ഷനിലേക്ക് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് MES ട്രെയിനിങ് കോളേജിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിലേക്ക് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സർവോപരി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ MES അഡ്വാൻസിംഗ് കോളേജസ്. അദ്ദേഹം നമ്മുടെ കോളേജിൽ ആദ്യമായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം വേറെ ചില പൊതുപരിപാടികൾ മറ്റു കോളേജുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ വരാറുണ്ട്, കമ്മിറ്റി യോഗങ്ങൾക്ക് പലരും അദ്ദേഹം വരാറുണ്ട്. MES മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ഡോക്ടർ എന്ന നിലക്കും അദ്ദേഹം അറിയപ്പെടുന്നതാണ്. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. സർവോപരി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പുത്രൻ എന്നുള്ള അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റഹീം ഫസൽ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ പെരുമ്പാവൂരിൻ്റെ പുതിയാളുടെയാണ് അദ്ദേഹം. ഡോക്ടർ റഹീം ഫസലിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് MES ട്രെയിനിങ് കോളേജിന് വേണ്ടിയിട്ട് ഹാർദമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ കോൺവൊക്കേഷൻ നോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ MES ട്രെയിനിങ് കോളേജ് വിദ്യാർത്ഥികളുടെ അമ്മയായ പ്രൊഫസർ ഡോക്ടർ ഓമന ടീച്ചറാണ്. പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളിൽ നിന്ന് കൈയടിക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്ക് അമ്മ എന്ന വാക്ക്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം മിനിയാവുന്നത് ഞാൻ കോളേജിൽ ഇരിക്കുമ്പോൾ എനിക്ക് അപരിചിതനായ ഒരാൾ കയറി വന്നു. ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ കയറി വന്നപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന ടീച്ചർ അയ്യോ ഒരു മുഖം പൊത്തിപ്പൊത്തി എന്താ ഇവിടെ വെച്ച് ചാടി എഴുന്നേൽക്കുന്നു. അപ്പോഴേക്കൊന്ന് മനസ്സിലായി ഈ ആളെ കൊണ്ട് മുന്നോട്ട് നടന്നിട്ട് കസേരയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് പറഞ്ഞത് റിസൾട്ട് വന്നു ഞാൻ പാസ്സാക്കി എന്നാണ്. പിന്നെ നടന്ന സീൻ ശരിക്കും പറഞ്ഞാൽ എന്നെ കണ്ണ് നനയിച്ചു. കണ്ണ് നനഞ്ഞൊഴിഞ്ഞു. മറ്റാരുമായിരുന്നില്ല, ഓമന ടീച്ചറുടെ ഏകപുത്രൻ മിനിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഓരോരുത്തരും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ബഹുമാനിയായ അധ്യാപികയായ ഓമന ടീച്ചറിനെ MES ട്രെയിനിങ് കോളേജിലെ ഒരു മുതൽക്കൂട്ടായ ഓമന ടീച്ചറിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നതിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുവാൻ MESൻ്റെ സമുന്നതരായ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പ്രമുഖരായ 2 വ്യക്തിത്വങ്ങൾ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാണ്. ജനാബ് TM സക്കീർ ഹുസൈൻ, ജനാബ് MM അഷ്റഫ്. TM സക്കീർ ഹുസൈൻ സാഹിബിനെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയെങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. TM സക്കീർ ഹുസൈൻ
മാറമ്പള്ളി സ്വദേശിയായ സക്കീർ ഹുസൈൻ സാഹിബ് MBSലെ വളരെ സീനിയറായിട്ടുള്ള ഒരു മെമ്പർ, എറണാകുളം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പലപ്പോഴായി മാറി വന്നിട്ടുള്ള ഒരു വ്യക്തി. മാറമ്പള്ളി MES കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ. അതിലെല്ലാം ഉപരി രാഷ്ട്രീയ അനുഭവമണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, KPCC ജനറൽ സെക്രട്ടറി, പെരുമ്പാവൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻ. അതിലെല്ലാറ്റിലും ഉപരി ദിവംഗത മറൂം TH മുസ്തഫ സാഹിബിൻ്റെ പുത്രൻ. അദ്ദേഹം നമ്മോടൊപ്പം ഇന്നത്തെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ട് TM സക്കീർ ഹുസൈൻ സാഹിബിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം. മറ്റൊരു വൈസ് പ്രസിഡൻ്റായ അഷ്റഫ്, എറണാകുളം നെട്ടൂർ സ്വദേശി, MES യുവജന വിഭാഗത്തിലൂടെ പ്രവർത്തിച്ച് MESലേക്ക് കയറി വന്നു MES ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തി. MES യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ ഭാരവാഹി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലൂടെ കയറി വന്നു MESലെ മെമ്പർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ നിൽക്കുന്നതോടൊപ്പം ഇന്നത്തെ MESൻ്റെ നേഴ്സിംഗ് കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് ജനാബ് MM അഷ്റഫ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചോളൂ. ജനാബ് EM അബ്ദുൽ സലാം സാഹിബ്, ട്രെയിനിങ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ട്രഷററാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾക്കും മറ്റു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മുമ്പിൽ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. അറിയപ്പെടുന്ന ഒരു മാർബിൾ വ്യവസായിയായ EM അബ്ദുൽ സലാം സാഹിബ് ഇടത്തല MES ട്രെയിനിങ് കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി ട്രഷററാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ MES ട്രെയിനിങ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ്. ആരുവായാലും പറവൂരിലും പറവൂർപാടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ എന്നൊരു ഗവൺമെൻറ് ലീഡർ കൂടിയാണ്. ആലുവ വെളിയത്തുനാട് സ്വദേശിയായ ഇസ്മായിൽ ഖാൻ സാഹിബിനെ MES ട്രെയിനിങ് കോളേജിന് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. ഇന്ന് ഈ കോൺവെക്കേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന 3 പേരുണ്ട്. ഈ വർഷം MES ട്രെയിനിങ് കോളേജിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ടിറ്റു ടോം ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ്. ടിറ്റു ടോമിൻ്റെ PhD എഡ്യൂക്കേഷനിൽ തന്നെയാണ് താനും. അപ്പോൾ ഈ വർഷം അധ്യാപക സമൂഹത്തിൽ നിന്ന്, ഞങ്ങളുടെ കോളേജിലെ അധ്യാപക സമൂഹത്തിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ടിറ്റു ടോമിനെ മാനേജ്മെൻറ്റിൽ ഒരു ആദരം നൽകുന്നു. ടിറ്റു ടോമിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ബിന്ദു MK. ബിന്ദു ടീച്ചറിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ മുമ്പിലും എല്ലാവരുമായിട്ടും സ്ഥിരം ഫോണിലൂടെയും അല്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിന്ദു ടീച്ചറിനെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പലരും രക്ഷിതാക്കളിൽ പലരും കൂടുതൽ അറിയുക. ആ ടീച്ചറിൽ നിന്ന് ഈ വർഷം കിട്ടിയത് സോഷ്യൽ വർക്കിന് കിട്ടിയൊരു അവാർഡുണ്ട്, അംബേദ്കർ അവാർഡ് 2024 ഫോർ ദ എക്സലൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക്. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ കഴിഞ്ഞ ബിന്ദു ടീച്ചറിനെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് MES ട്രെയിനിങ് കോളേജിന് വേണ്ടിയിട്ട് ഒരു ആദരം നൽകുന്നു. ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. മറ്റൊരു അധ്യാപിക, കേരള പോലീസിൻ്റെ സ്കൂൾ തലത്തിൽ ഡ്രോപ്പ് ഔട്ട്സ് ആകുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിച്ച് SSLC പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നൊരു ദൗത്യം ഉണ്ട്.
അതിൻ്റെ ഒരു നോഡൽ സെൻ്ററായിട്ട് കേരള പോലീസ് സെലക്ട് ചെയ്തതാണ് ജില്ലയിൽ MES ട്രെയിനിങ് കോളേജിനെയാണ്. ആ MES ട്രെയിനിങ് കോളേജിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് സിന്ധു ടീച്ചർ. ആ സിന്ധു ടീച്ചർ ഈ വർഷം, അതായത് ആ പ്രൊജക്റ്റിന് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പേര് ഹോപ്പ് എന്നാണ്, HOP, ഹോപ്പ്. അപ്പോൾ ബെസ്റ്റ് ഹോപ്പ് റിസോഴ്സ് പേഴ്സൺ എന്നുള്ള അവാർഡിന് എറണാകുളം റൂറൽ പോലീസിൻ്റെ അവാർഡ് കരസ്ഥമാക്കിയ സിന്ധു ടീച്ചറെ ഇന്നേ വേദിയിൽ ആദരിക്കുന്നു. സിന്ധു ടീച്ചറിൻ്റെ പേര് സ്വാഗതം ചെയ്തു. MES ട്രെയിനിങ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് 10 റാങ്കുകൾ നേടിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി. ഇതിനു മുമ്പ് MES ട്രെയിനിങ് കോളേജിൽ 2 റാങ്ക്, പക്ഷേ ഈ വർഷം 10 റാങ്ക് കൊണ്ട് ഞങ്ങളുടെ തലയിൽ തൂവൽ ചാർത്തി തന്ന വിദ്യാർത്ഥികൾ. ഒന്നാമത് നിൽക്കുന്ന ശ്രീലക്ഷ്മി ബിബി മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 9.99 CGPA നേടിയ വിദ്യാർത്ഥി സെക്കൻഡ് റാങ്കോടുകൂടിയാണ് BA പാസ്സായത്. പ്രണീയായം 9.95% മാർക്കോട് ഫിസിക്കൽ സയൻസിൽ 6th റാങ്ക് നേടിയ 2 പേരുടെ പ്രണീയായം ജീന ഷെറിൻ ചേച്ചി. പ്രണീയായം 9.9% CGPA, ജീന ഷെറിൻ also got 9.95 CGPA. Next comes Sandra Pradeep and Amida Stephen. Sandra Pradeep is from the physical science department and she got the 7th rank by achieving 9.94 CGPA physical science. 9.94 CGPA യുടെ മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് അമിത സ്റ്റീഫൻ. കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് BA എടുത്ത് 9.94% 7th rank. Then Jia Johnson ഫിസിക്കൽ സയൻസിൽ 8th റാങ്ക് നേടിയത്. ജുനൈദ നിജി ഫിസിക്കൽ സയൻസിൽ 8th റാങ്ക് നേടി 9.93 2 പേരുടെയും CGPA. ജുനൈദ നിജി ആൻഡ് ഐശ്വര്യ ജിയ ജോൺസൺ ആൻഡ് ജുനൈദ നിജി. Then 9th rank holders, 2 people are there. Aishwarya R from Natural Science with 9.92 CGPA and Vincy Matthew from Commerce Department with the same 9.92 CGPA. Lastly, Anusha PK from Physical Science Department, she got 9.91 CGPA and got 10th rank in G University. So congratulations to all these 10 our proud students. Once again, on behalf of each and every one of you, now there are various personalities sitting in front of me, the managing committee members, Ajaz, Adhikari Kunju, Ashraf, Zakir, our advanced studies principal, Dr. Murugan, advanced studies managing committee secretary, Advocate MM Selim, treasurer, ഞങ്ങളുടെ എല്ലാവരുടെയും ബാബുക്ക, MA അബ്ദുല്ല, നമ്മുടെ MES ട്രെയിനിങ് കോളേജിൻ്റെ വിവിധ ടേബിളിൽ ചെയർമാൻ സ്ഥാനം എടുത്തിട്ടുള്ള വ്യക്തിയാണ് ബാബുക്ക. അവരെ ഓരോരുത്തരെയും നിങ്ങളുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ MES ട്രെയിനിങ് കോളേജിലെ അധ്യാപക സുഹൃത്തുക്കളാരെയും പേരെടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല. സമയം ഒരുപാട് വൈകിപ്പോയെന്നുള്ളത് ഇനി അത് അങ്ങനെ ഒരു സാഹസത്തിന് മുതലില്ല. അധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവരുടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നവരുടെ അഭിവന്ദ്യരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിച്ചേർന്നിട്ട് മറ്റും എല്ലാ ഓരോരുത്തരെയും MES ട്രെയിനിങ് കോളേജ് 2022-24 ബാച്ചിലെ കോൺവെക്കേഷൻ സെറമണിയിലേക്ക് ഒരിക്കൽ കൂടി ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. ജയ് ഹിന്ദ്. പ്രൊഫസർ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ
ഡോക്ടർ ഫസൽ റഹീം ഫസൽ കോർപ്പറേറ്റ് മാനേജർ, നമുക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ഫ്രാൻസിസ് എന്നിവ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജനാബ് സക്കീം ഹുസൈൻ, എം അഷ്റഫ്, ഞങ്ങളുടെ ട്രഷറർ കൂടിയായ അബ്ദുസലാം, മറ്റ് വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, മറ്റ് കോളേജുകളിൽ നിന്നെത്തിയിട്ടുള്ള മുഴുവൻ സാർ, അതേപോലെ തന്നെ നമ്മുടെ ലീഗൽ ഓഫീസർ, അങ്ങനെ പ്രൊഫസർ വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചേഴ്സ്, പേരൻസ് തുടങ്ങിയവർ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷമാണ്. എന്നു വെച്ചാൽ സ്റ്റുഡൻസിനെ ആദരിക്കുക മാത്രമല്ല, ടീച്ചേഴ്സിനോട് ഒരു ആദരവാണ് നടത്തുന്നത്. 2005 ആരംഭിച്ച ഈ കോളേജിൽ കഴിഞ്ഞ വർഷം നമുക്ക് 2 റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നെങ്കിൽ ഇന്ന് 10 റാങ്ക് ഹോൾഡേഴ്സും, അതേപോലെ തന്നെ മജോറിറ്റി ഓഫ് A+1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കുള്ളത് ഇവിടെ 6 സബ്ജക്ട്സാണ്. ഒന്ന് ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്, അങ്ങനെ ഇത്രയും സബ്ജക്റ്റുകളായിരിക്കും. അതിൽ നിന്നുള്ള 100 സ്റ്റുഡൻസിൽ മജോറിറ്റി A+ വാങ്ങിക്കുകയും അതേപോലെ തന്നെ 10 ഹോൾഡർ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു വലിയ സംഭവം നമ്മളെ സംബന്ധിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ MBS സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് തന്നെ അതിനെ വിലയിരുത്തുകയാണ്. MBSലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലൂടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയനായ MBS സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ സർ, ഇന്നത്തെ ഈ കോൺവൊക്കേഷൻ സെറമണിയിലെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, വരും തലമുറയെ വാർത്തെടുക്കുവാനുള്ള ദൗത്യത്തിലേർപ്പെടാൻ വേണ്ട യോഗ്യത നേടിയവരെ ആദരിക്കുന്നതിനും അവർക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൂടെയൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, സ്വന്തം അനുഭവങ്ങളിലൂടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുവാൻ തികച്ചും യോഗ്യനായ ആദരണീയനായ വ്യക്തി തന്നെയാണ് നമുക്കിന്ന് ചീഫ് ഗസ്റ്റായി ലഭിച്ചിരിക്കുന്നത്. ചീഫ് ഗസ്റ്റായ പ്രൊഫസർ ഡോക്ടർ ഫ്രാൻസിസ് സാറിൻ്റെയും അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 2024 BEdൻ്റെ റിസൾട്ടിൽ 2 മുതൽ 10 വരെയുള്ള റാങ്കുകൾ നേടി നമ്മുടെ MBS ട്രെയിനിങ് കോളേജിൻ്റെ അന്തസ്സും അഭിമാനവും യശസ്സും ഒരു പടി കൂടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഈ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച ആദരണീയരായ പ്രിയപ്പെട്ട നമ്മുടെ റാങ്ക് ജേതാക്കൾ, അധ്യാപകരെന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമൂഹ്യ സേവനത്തിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ആ സാമൂഹ്യ സേവനത്തിനുള്ള 2024 അംബേദ്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ സഹപ്രവർത്തകയായ ഡോക്ടർ MK ബിന്ദു ടീച്ചർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രി ഡോക്ടറേറ്റ്, ആ PhD ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കിയ ഡോക്ടർ ടിറ്റു ടോം ടീച്ചർ,
നമ്മുടെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോ എന്ന പ്രോജക്റ്റ് അസ്ലം സർ പറഞ്ഞു, സ്കൂൾ തലങ്ങളിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷ എഴുതാൻ കഴിയാതെ അതിനു മുമ്പേ തന്നെ സ്കൂളുകളിൽ നിന്നും കൊഴിഞ്ഞു പോയ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നമ്മളുടെ വിദ്യാർത്ഥികളിലൂടെ അവർക്ക് നൽകി അവരെ 10ാം 12ാം ക്ലാസ് പാസ്സാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി, ആ ടീച്ചർക്ക് ഈ വർഷത്തെ കേരള പോലീസിൽ നിന്നുമുള്ള ബെസ്റ്റ് റിസോഴ്സ് പേഴ്സൺ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ശ്രീമതി BS ഹിന്ദു ടീച്ചർ. അതുപോലെ നമുക്കറിയാം MES എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ഗുരുവായ യശശരീരനായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറിൻ്റെയും അനുയായികളുടെയും പിന്മുറക്കാരുടെയും എന്ന് വെച്ചാൽ MESൻ്റെ വിഷൻ സ്വാർത്ഥകമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ താലൂക്ക് തലത്തിലും വിവിധങ്ങളായ സ്ഥാനങ്ങൾ വഹിക്കുകയും അതേപോലെ തന്നെ MESൻ്റെ വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് MESൻ്റെ വിഷൻ സാർത്ഥകമാക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ MESൻ്റെ മഹത് വ്യക്തിത്വങ്ങളെ ആദരവേറ്റുവാങ്ങുന്ന ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ രക്ഷാകർത്താക്കളെ, കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. അപ്പം ഈ എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികളെ ഈ MES എന്ന ട്രെയിനിങ് കോളേജ് ആ കുടുംബത്തിൽ വ്യത്യസ്തങ്ങളായ നിങ്ങൾ, ആ ഡൈവേഴ്സിറ്റിയിലുള്ള നിങ്ങൾ എങ്ങനെയാണോ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിച്ചത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മൂല്യമാണ്. ആ മാനുഷിക മൂല്യങ്ങൾ MES നിന്നും നിങ്ങൾ ആർജിച്ചെടുത്ത മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്ലോസിംഗ് സെറമണിയിൽ അന്ന് നമ്മളെടുത്ത പ്രതിജ്ഞ, നിങ്ങൾ ഏറ്റെടുത്ത പ്രതിജ്ഞ, അതിലെ ഓരോ വാക്കും ഓരോ വാചകവും നിങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് വരും തലമുറയെ വാർത്തെടുക്കുവാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. കോൺവൊക്കേഷൻ നോട്ട്. 100 വിദ്യാർത്ഥികളാണ് ഇവിടെ 2022 അഡ്മിഷൻ എടുത്തത്. ആ 100 പേരിൽ 4ാമത്തെ സെമസ്റ്ററിൽ ഒരു കുട്ടിക്ക് റെഗുലറായി ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്തു. അടുത്ത വർഷം ആ കുട്ടി വന്ന് പഠിക്കും, 4th സെമസ്റ്ററിൽ വന്ന് പഠിക്കാമെന്നാണ് ഏറ്റിരിക്കുന്നത്. ബാക്കി 99 പേര്. ആ 99 പേരിൽ 3 വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെമസ്റ്ററിലെ പരീക്ഷ എഴുതുവാൻ പല വ്യക്തിപരമായ കാരണങ്ങളാൽ പരീക്ഷ എഴുതുവാൻ സാധിക്കാത്തവരാണ്. അതോടൊപ്പം ഏറ്റവും സന്തോഷമുള്ള കാര്യം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടിട്ടും സെറ്റും എഴുതുകയും ഇത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് എഴുതി കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി 80 പേര് എഴുതിയതിൽ 69 പേര് ആ കേട്ടിട്ടും സെറ്റും പരീക്ഷ പാസ്സായി എന്നുള്ളതും വളരെ അഭിമാനമർഹിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ 36 വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അവർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് മക്കളെ. ഇവിടെ നിന്നും ഇന്ന് ഈ ആദരവേറ്റു വാങ്ങി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്നും
ഈ MBSന്റെ ഭാഗമാണ്. ഈ MBSൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും MES കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. അവരുടെ അലുമിനി ഉടനെ നടക്കും. ആ അലുമിനിയിലും എല്ലാവരും പങ്കെടുക്കണം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ MESലേക്ക് നമ്മളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിങ്ങളുടെ ഈ BEd ട്രെയിനിങ് കോഴ്സ് MESലൂടെ എടുക്കാമെന്ന് നിങ്ങളെടുത്ത തീരുമാനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മക്കളാണ് എൻ്റെ അംബാസഡേഴ്സ്. നിങ്ങളാണ് അംബാസഡേഴ്സ് എന്ന് ഈ വർഷത്തെ അഡ്മിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ടീച്ചറെ ഇന്ന കുട്ടി പറഞ്ഞിട്ടാണെന്നാണ് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. അതിനും നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, ma'am. Today, as we gather to celebrate the achievements of our graduates, we are honored to have Professor Dr. Francis Children with us. His insights and experience will undoubtedly inspire our students and faculty. I invite Dr. Francis Children for the inaugural speech. V.F. Parikh, the President of the Council, Dr. Rashid, Dr. Romana, my friend Dr. M.K. Muhammad Aslam, all the members of the management of MES and this college, teachers, outgoing students, their parents, and everybody else present here. First of all, let me congratulate the college for having achieved such a wonderful credit that all of you have passed in A+. And more than that, it's rather unbelievable. But I'm very happy news that 10 of you got ranks. So I must congratulate all those who rank holders and those who distinctions and the teachers and the management. Now, normally in a convocation speech there will be lots of addresses and sermons, but I have nothing to offer. The only thing I want to tell, because former teachers told that I must share my experiences with you. I have no experiences worth sharing with you. But only one thing I tell you, that you must have a passion for untiring work. Why I am telling you this is because of my recent experience. Only a few days ago, I completed the revision of a book which runs into 27 chapters and 800 pages. Soon after I said it to the publisher, I wrote an advice to the publisher that I should cut short the size of the book for two reasons. One is that nowadays students don't like to read, particularly large books. Secondly, the paper cost is very high. So the printing cost and therefore the price will be very high. So I did not hesitate. I started work from then onwards. So I will have to cut short the size by about at least 75%. So at this age it's a rather very difficult job for me. But I have got a vision in my front. So I have been working day and night to do that, because I have a responsibility not only to me, but also to the publisher and also to the future users of the book, because in future people don't like to read such large books, although the book is selling well. So this is my experience which I have to share with you. You must have a passion for untiring work. So in whatever fields you will be, that will be the one factor that decides your success. Then the human relations you maintain. So I am here only because of my association with Dr. Aslam. And after my retirement,
The person with which I am having the maximum contact is Dr. Osman. And when I am in his company, I always feel very happy and enthusiastic and reach out. So I wish all of you all the very best. Thank you. Thank you for gracing this occasion with your wisdom and grace, sir. I invite Dr. Rahim Fasil, Chairman of Standing Committee on MES Self-Financing College, Kerala, to deliver the convocation message. Respected Chairman Farid Saib, Secretary Aslam Khan, our distinguished Chief Guest of the Day, Francis Sir, Amma, Homana Teacher, Endopam, MES അല്ലാതെ പൊതുസമൂഹത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MES സീനിയർ നേതാക്കന്മാർ, അഷ്റഫ് സാഹിബ്, സക്കീർ ഖാൻ, വേദിയിലിരിക്കുന്ന ഇന്നിവിടെ ഓണറിംഗ് സെറമണിയിൽ എത്തിയിരിക്കുന്ന ഡോക്ടർ ടിറ്റു, ബിന്ദു മാം, സിന്ധു ടീച്ചർ, എല്ലാ വിദ്യാർത്ഥികളുടെയും 10 റാങ്കിൻ്റെ വിദ്യാർത്ഥികളുടെ പേര് വളരെ എടുത്തു പറഞ്ഞത് ഞാനായിട്ട് കൂടെ എടുത്തു പറഞ്ഞ് ഓർമ്മിക്കുന്നില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന മാതാപിതാക്കൾ, ഗ്രാജുവേറ്റ്സ്, ഗുഡ് മോർണിംഗിൽ തുടങ്ങിയപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എത്തിയിരിക്കണം. ആദ്യമായിട്ട് ചീഫ് ഗസ്റ്റിനോട് നന്ദി പറയാം. കാരണം ബാക്കിയെല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു നീണ്ട കോൺവൊക്കേഷൻ പ്രസംഗം ഒന്നും സാറ് പറഞ്ഞില്ല. അത് തന്നെയാണ് സാറിന് തന്ന ഏറ്റവും വലിയ ഒരു കൈ കിട്ടാമെന്ന് നമുക്കറിയാം. ഞാൻ അങ്ങനെയല്ല, എൻ്റെ പ്രസംഗം നീണ്ട പ്രസംഗം കേട്ട് ബോറടിക്കാൻ തന്നെ പറയും. ഞാനിങ്ങോട്ട് വരുമ്പോൾ അസ്ലം സാഹിബ് എന്നെ വിളിച്ചു, ഈ ഒരു പരിപാടിക്ക് ഞാനൊരു ഗസ്റ്റായിട്ട് പങ്കെടുക്കണം. എൻ്റെ മെയിൻ പ്രൊഫഷൻ ഡോക്ടറാണ്. എന്നെ അസ്ലം സാഹിബ് അത്രയും കനത്തിൽ, ഞാൻ അസ്ലം സാഹിബിൻ്റെ കൂട്ടുകാരനല്ല, അസ്ലം സാഹിബിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് കുറച്ചുകൂടെ കനത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഇൻട്രഡക്ഷൻ അത്ര പോരായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നേരത്തെ ചീഫ് ഗസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സുഹൃത്ത് ബന്ധം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അസ്ലം സാഹിബിനോടും സംസാരിക്കാൻ പറ്റുന്നത്, എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നത്. These are the relationships that we build in life. അതാണ് നേരത്തെ ഗസ്റ്റ് പറഞ്ഞൊരു കാര്യം. നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, സാറ് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, 2 കാര്യമാണ് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞു. അസ്ലം സാഹിബിനോട് ഇവിടെ അസ്ലം സാഹിബ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം എത്തിയ ഒരു ഗസ്റ്റാണ് സാർ. ആ ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അതിനൊപ്പം തന്നെ എന്നെ പരിചയപ്പെട്ട, ഞാൻ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്ത് അസോസിയേറ്റ് പ്രൊഫസറാണ്. അവിടുത്തെ മെഡിക്കൽ ICU ഇൻറ്റൻസിവിസ്റ്റ്, മെഡിക്കൽ ICU ചീഫാണ്. ഒരു 20 കൊല്ലമായിട്ട് MES വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം MESൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജ്, നമ്മൾ 16 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ ഒരു നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു കോൺവൊക്കേഷൻ മെസ്സേജ് ഞങ്ങൾ ആരുമല്ല, ഓൾറെഡി ഓമന ടീച്ചർ, ഓമന മാഡം ഓൾറെഡി ഡെലിവറി ചെയ്തു. ഈ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഒരു മെസ്സേജ് വേണ്ടതെന്നുള്ള ഒരു ജിസ്റ്റ് മാഡം ഹാസ് ഓൾറെഡി ഡെലിവറി. ഞാൻ വളരെ ഹാപ്പിയാണ്. മാഡത്തിൻ്റെ പ്രസംഗം കേട്ടത് വളരെ ഹാപ്പിയാണ്. കാരണം മാഡത്തിൻ്റെ അണ്ടർ പഠിച്ചു വന്ന വിദ്യാർത്ഥികളാണ്. ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാരാജ്യം, ഇന്നിപ്പോൾ നമ്മൾ ഭാരതമാണോ ഇന്ത്യ ആണോ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം ഇന്ത്യ മുന്നോട്ട് പോട്ടെ, 10-25 കൊല്ലമൊക്കെ ആയിട്ടും ഇനിയും എത്ര മുന്നോട്ട് ഇന്ത്യ എത്താനാണ്. ഇന്ത്യ അവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഒത്തിരി മുന്നേ എത്തിക്കണം. ലോകത്തിന് നമുക്കറിയാം 6 ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അതിപ്പോൾ ഒരു 4 ഫൈനൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനം എത്തിയത്. അതിനകത്ത് നിങ്ങൾ കാണേണ്ട ക്രിക്കറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റിൽ ആരൊക്കെ ഫൈനൽ കണ്ടില്ല, കണ്ടില്ലെങ്കിൽ മോശമാണ്. അത് നമ്മൾ കളിക്കുന്ന ഒരു കളി, സൂപ്പറായിട്ട് കളിക്കുന്ന ക്രിക്കറ്റാണ്. അപ്പോൾ ആ കളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ 2 കാര്യം കൂടെ ചെയ്തു. ഒന്ന്, രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെപ്പോലെ നല്ല വയറും തടിയൊക്കെ ഉള്ള വ്യക്തിയാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. രോഹിത് ശർമ്മ പറയുന്നത് എന്തായാലും കഴിക്കും. വിരാട് കോഹ്ലി ആവുമ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് പറ്റും, പക്ഷെ നമുക്ക് എല്ലാവരും രോഹിത് ശർമ്മ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടാർഗറ്റ് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് അച്ചീവ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നമുക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുന്ന അതിന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം.
എത്ര വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, ബാബുൽ മസ്ജിദ് വെറും ഒരു ഡോമിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ത് വെച്ചായിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. MES BEd കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും, ഇന്ന് നിങ്ങൾ പഠിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളും അവരെ എന്താണ് ഹിസ്റ്ററി, എന്താണ് ലോകം, എങ്ങോട്ടാണ് ലോകം പോകുന്നതെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചു പോകും. എനിക്ക് വിശ്വാസമുണ്ട്. അത് എല്ലാ ക്രെഡിറ്റും കൂടാതെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനുമാണ്. വലിയ അഭിപ്രായം ഇപ്പോൾ കാണത്തില്ല, അന്ന് വളരെ നല്ല സ്കൂളായിരുന്നു. എന്തായാലും ആ സ്കൂളിൽ 11 കൊല്ലം പഠിച്ച് അവിടെ ഇറങ്ങുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് തോന്നിയില്ല ഞാൻ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിട്ട് വീട് മാറി നിൽക്കുന്നതിൻ്റെ വിഷമം എനിക്ക് തോന്നി. പാർവതി മേനൻ എന്ന് പറഞ്ഞ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ആ എല്ലാ ക്വാളിറ്റിയും ഇൻസ്റ്റിൽ ചെയ്യുന്നത്. പറയാൻ കാരണം നിങ്ങളുടെ ഒരാളും നിങ്ങളുടെ എല്ലാവരും ഒരേ പാർവതി മേനനായി മാറണമെന്നാണ് ഞാൻ പറയുന്നത്. സൺഡേ ചർച്ചിലും ഇതേ ചർച്ചിൽ പാർവതി മേനൻ എനിക്കിപ്പോൾ ഓർമ്മ പാട്ടുണ്ട്. ദൈവസ്നേഹം വർദ്ധിച്ചിടാൻ പാപ്പുകൾ പോരാ എന്നൊരു പാട്ടില്ലേ. അപ്പൊ അതൊക്കെ പഠിച്ചത് സ്വയം നല്ല ഒരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയാണ്. സയൻസ് പോയ പോലും ഇതുപോലെ ഗ്രാജുവേഷനിലൊക്കെ സംസാരിച്ചിട്ട് പോകാം. മറ്റവരാണ് നല്ല പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറയുമല്ലോ. ഇപ്പൊ സിലറിന്റെ ഗ്രൂപ്പിൽ വന്ന് മാനേജ്മെന്റ് ബുക്സ് ഒക്കെ വായിച്ചവരൊക്കെ ഇന്ന് വളരെ വലിയ നിലയിലെത്തിക്കാം. ഞങ്ങളൊക്കെ ഉള്ള രീതിയിലാണ്. അത് കോളേജ് കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞിട്ടും കോളേജിലും ഒരേ ഘട്ടം. ഇങ്ങനെ ഞാനൊരു 12 വർഷത്തിലാണ് മാത്രം പറയുന്നില്ല. കാരണം എന്താ, ഒരിക്കലും ഒരു ടീച്ചർ അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ആ ഒരു ക്വാളിറ്റി യു ഷുഡ് റിമെമ്പർ. യു ആർ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ ഇസ് ഫോറെവർ എ ടീച്ചർ. ദ ഓൺലി ക്രെഡിറ്റ് യു ഗെറ്റ് ഇൻ ലൈഫ് ഇസ് ഈ ഇരിക്കുന്ന ടീച്ചർമാരുടെ ഇരിക്കുന്നവർ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടാണ് അവർ ഏറ്റവും വലിയ ക്രെഡിറ്റ്. നിങ്ങളുടെ ക്യാരക്ടറിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ആണ് ഇരിക്കുന്നത്, നിങ്ങൾ മുന്നിരിക്കുന്ന ടീച്ചർമാർ. ഇത് രണ്ടുപേരാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നേരത്തെ ഓർമ്മ മേഡം പറഞ്ഞ പോലെ തന്നെ അവരെക്കാളും ഉയരത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന 2 ആൾക്കാരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ടീച്ചർമാർ. അപ്പോൾ അങ്ങനത്തെ അവരോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുവാണെങ്കിലും ഒരു കമ്മിറ്റ്മെന്റോടെ വേണം നമ്മൾ ചെയ്യാൻ. ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് വേണം. അല്ലാതെ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്യാൻ നോക്കില്ല. MES എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100% കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് വേണം, റെസ്പെക്ട് വേണം. എല്ലാവരോടും റെസ്പെക്ട്. യു ഷുഡ് ബി കമ്മിറ്റഡ്, യു ഷുഡ് ബി നൈസ് ടു പീപ്പിൾ, യു ഷുഡ് ബി കമ്പാഷനറ്റ്, യു ഷുഡ് ബി passionate, and you should be professional. These 5 things you should always remember. Out of that, the most important thing is you should be compassionate and you should be passionate about your profession. If you are not compassionate to people around you, you are not a good human being. If you are not passionate about your profession, then you are doing a crime to yourself. And you should be professionally and ethically always correct. Never do anything against your ethics, never do anything against your profession. Once again, I would like to congratulate the MES faculty and management for having achieved such a huge, wonderful, unbelievable results. 10 ranks is unbelievable. Congrats to all of you. And even bigger congrats to the people who didn't get the ranks but they managed to pass and they are starting their career in life. And a big thanks to our chief guest for raising this occasion. And above all, നല്ല കാര്യം പേരൻസ് ആണ് കൊടുക്കുന്നത്. അവർ ഫീസ് അടച്ചുകൊണ്ടും അവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടും നമുക്കാണ് എത്തുന്നത്. അത് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറഞ്ഞുള്ള വാക്കുകൾ നോക്കുന്നു. ജയ് ഹിന്ദ്. As we stand here surrounded by excellence, let us reflect on the significance of this moment. The awards we bestow today are more than accolades. They represent dedication, resilience, and the pursuit of greatness. May this ceremony serve as a reminder that recognition fuels our collective journey. Admiration and a shared commitment to excellence. Dr. Titu Tom, who completed PhD education from Bharati University, Coimbatore. Your dedication and hard work is an inspiration to each of us. നടക്കായിട്ട് പറയാമോ?
Presently, Dr. M.K. Bindu is the chairperson of Gopalji Foundation, an organization for the cancer patients. She has conducted numerous medical camps in connection with this foundation. She received the prestigious Ambedkar Award in 2024. You are really an inspiration, ma'am. I request Bindu ma'am to come forward to receive the memento, and I request Dr. Rafi Fasal sir, Chairman of the Standing Committee on the MES Self-Financing Colleges Kerala, to hand over the memento as an honor of respect for her achievement. Today to celebrate the remarkable achievement of Sindhu ma'am, who have been recognized as the best home resource person. Her unwavering commitment to the community development, education and empowerment has left an indelible mark on our society. I invite Ms. Sindhu B.S. onto the stage to receive momentum from Dr. Rafi Fasal sir. But also the spirits of excellence that courses through the veins of institution. As we honor our rank holders, we recognize their unwavering dedication, resilience and pursuit of knowledge. I invite Mr. T.M. Saki Hussain, State Vice President, MES Kerala, to honor our second rank holder, Sri Lakshmi Bibi. As a token of love and appreciation to our rank holder, Sri Lakshmi Bibi, this following and momentum symbolize our admiration for your hard work and dedication. To the rest of the rank holders, as a token of love and appreciation, MES management is giving a cash prize and memento. Vice President MES Kerala to hand over the cash prize memento to the rank holders. I request the sixth rank holder, Gina Shelek PT, to receive her honors. Mr. M.M. Ashok sir. To invite Advocate Ismail Young, Vice Chairman of MES Management, to honor a seventh rank holder, Amida Stephen. Gia Johnson to receive her honors from Advocate Ismail Young.
Next, I would like to invite Mr. A. Abdul Salam sir to have honors of 9th rank holder Vincy Matthew. Our 10th rank holder Anisha PK to receive her honors from Abdul Salam sir. Professor Dr. Francis Terminal sought to honor our students.
വിപിൻ, ഉവൈസ്, മറ്റു എല്ലാ കോർ കമ്മിറ്റി അംഗങ്ങളെ ഞാൻ ഈ വേദിയിൽ നന്ദി പറയുന്നു. Pari, Chairman of MBS Management Committee, to come forward and release the magazine and dive our hearts into the fascinating world of our artists. Invite the staff editor, Mr. M.K. Bindu, and also all the dignitaries on the stage to come forward. It's with great pleasure I stand before you as today is our convocation ceremony and the magazine it is. And the batch proudly presents the magazine Sui Generis. It's a classical Latin word which means unique. It's its own kind. This moment is the culmination of the months of dedication, creativity and hard work from the entire team. As a staff editor, I am incredibly proud of what we have accomplished together. Our magazine has always been a platform for sharing stories, ideas and perspectives that matter. And this edition is of course a rich tapestry of articles, interviews and features that reflect the diverse and dynamic world we live in. We have explored so many areas and our collective effort that has made this really a wonderful moment. Let me take this opportunity to thank Ms. Nehala Jamal, who has been the concept maker, designer of this year's magazine. Her hard work, dedication and skill she has is much appreciated. Along with Nehala, I should appreciate the hard work, dedication and timely intervention of Mr. Uwais, Mr. Vivek and the magazine committee members. Without them, the release of magazine would not be possible. Let me extend my heartfelt gratitude to our beloved principal, Dr. T.P. Omna ma'am, for the continuous support and inspiration throughout the making of the magazine. I would like to express my gratitude knowledge for the relentless support and guidance. And I also thank all teachers, non-teaching staff, students for making this a big success. To my beloved young teachers over here, today marks a momentous occasion in your lives. Dear graduates, as you are here today, I hope you to take a moment to appreciate the hard work, dedication, but you have navigated with grace and resilience. You have shown courage, ready to embrace the next chapter of your lives. As you move forward, remember that the learning does not end with graduation. You read are merely the foundation upon which you will build your future. Thank you all. Thank you, sir. Thank you, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ദൈർഘ്യനാൾ നീണ്ടുനിന്ന 2 വർഷത്തെ B.Ed കോഴ്സ് കഴിഞ്ഞ് കോൺവക്കേഷൻ സെറമണിയും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും സ്വീകരിച്ച് അവസാനമായി ഇവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒട്ടേറെ പേർക്ക് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മുമ്പ് പരാമർശിക്കപ്പെട്ട പോലെ നമ്മുടെ ഒരു മാതൃതുല്യമായ കുറേ സേവനങ്ങളെല്ലാം ചെയ്തെന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓമന ടീച്ചർ. ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിൽ വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് തന്നെ ഓമന ടീച്ചറിൻ്റെ പുഞ്ചിരിച്ച മുഖമാണ്. അപ്പോൾ ഞാൻ മുമ്പ് കണ്ട കോളേജുകളിലൊന്നും പ്രിൻസിപ്പൽമാർ ഇത്ര ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചൊന്നും നിൽക്കാറില്ല, വളരെ ഗൗരവപരമായിട്ടാണ് നിൽക്കാറ്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ച് ഫസ്റ്റ് സമയത്ത് ഇത്ര പാവ ഒരു ടീച്ചറിനെ ഈ കോളേജൊക്കെ മാനേജ് ചെയ്തൊരു പ്രിൻസിപ്പലിൻ്റെ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെന്ന് പലപ്പോഴും വന്ന സമയത്ത് ചിന്തിച്ചിരുന്നു. പക്ഷേ എല്ലാ വർക്കുകളും എല്ലാ റെക്കോർഡുകളും എല്ലാം വളരെ കൃത്യനിഷ്ഠവും ചിട്ടവുമായിട്ട് നമ്മുടെ കോളേജിനെ മൊത്തത്തിൽ കോർഡിനേറ്റ് കൊണ്ടുപോയ ഓമന ടീച്ചർക്കും ഞങ്ങൾക്ക് ഒരുപാട് സേവന ടീച്ചർക്ക് ഞങ്ങൾ ആദ്യം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന മറ്റ് എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പലർക്കും പല പ്രചോദനങ്ങളുണ്ടാവും. ചിലർ വളരെ ഏതെങ്കിലും ഒരു ടീച്ചറിനെ മോട്ടീവായിട്ട് തിരഞ്ഞെടുത്തായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ സമൂഹത്തെ ഉദ്ധരിക്കണം എന്നുള്ള
ദൈവവും എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് കരയുമെന്നാണ് കബീർദാസ് പറഞ്ഞത്. നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതുപോലും ഇന്നി ബുഇസ്തു മുഅല്ലിമൻ ലിയുതമ്മിമ മകാരിമിൽ അഖ്ലാഖ്, സർവ്വമാനവികതയുടെയും പൂർത്തീകരണത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു അധ്യാപകനാണ് ഞാൻ, ഒരു ഗുരുനാഥനാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നാം ഏറെ കേട്ട് പരിചയിച്ച യവിദ്ഗിരവേ മരുതം ചരന്തി താപര സവഹൃദ്ഭവനേത്രജന്മാനി തുടങ്ങിയ സകല ഭാരതീയ സംസ്കാരത്തെ ഉത്തേജിപ്പിക്കുന്ന മുഴുവൻ ശ്ലോകങ്ങളും എല്ലാം പറഞ്ഞു വെക്കുന്നത് അറിവ് പകർന്നു തരുന്നവരെ ആദരിക്കുന്നതിനെ കുറിച്ചും അവർക്ക് നൽകുന്ന സമൂഹത്തിന്റെ സ്ഥാനങ്ങളെ കുറിച്ചാണ്. അവസാനമായി ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഇനി ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. I request Mr. V. Parikh sir to hand over the token of love. We hope it will serve as a reminder of our deep respect and admiration for you. Please, sir. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗമായ ചടങ്ങായ നന്ദി പ്രകാശനം എന്ന കർത്തവ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും ക്ഷണിതരാണ്, പോകാനിടക്കാണ്. എങ്കിലും 2022-24 ബാച്ചിന്റെ ഇൻചാർജ് പ്രോഗ്രാം കോർഡിനേറ്ററിനുള്ള നിലയ്ക്ക് 2 വാക്കുകൾ ഞാൻ സംസാരിച്ചത്. ഈ കോളേജിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഉയർന്ന വിദ്യാഭ്യാസം നേടി, അതേപോലെ തന്നെ ഉയർന്ന റിസൾട്ട് നേടി, മികച്ച റിസൾട്ട് നേടി ഒരു ബാച്ച് കൂടി പടിയിറങ്ങുകയാണ്. കഴിഞ്ഞ വർഷം 2 റാങ്കിന്റെ തിളക്കമായിരുന്നുവെങ്കിൽ ഈ വർഷം 10 റാങ്കിന്റെ തിളക്കവുമായാണ് നമ്മുടെ കോളേജിൽ യശസ് ഉയർത്തി തന്ന കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ നിങ്ങൾ കോളേജിൽ കടന്നു വരുമ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു അധ്യാപക വിദ്യാർത്ഥികളായി മാത്രമാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മികവുറ്റ അധ്യാപകരായിട്ടാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. അത് ഞങ്ങൾ ഓരോ അധ്യാപകർക്കും സന്തോഷം തരുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. പഴയ രീതിയിൽ നിന്ന്, അതായത് പഴയ രീതിയിലെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അധ്യാപകൻ എന്ന് പറയുമ്പോൾ നവസാമൂഹ്യ നിർമ്മാതാവ് എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. അതായത് ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പുതിയ സൃഷ്ടി, പുതിയ നിർമ്മാതാവ് കൂടി ആയിത്തീരുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് അധ്യാപക വൃത്തിക്ക്. നമ്മളുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു നല്ല അധ്യാപകൻ നല്ല പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കാൻ കഴിവുള്ള വ്യക്തി എന്നാണ് പ്രവാചകൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അധ്യാപകർക്ക് നമ്മൾക്ക് മുന്നിലിരിക്കുന്ന കുട്ടികളെ കുറിച്ച് പ്രവചിക്കാൻ സാധിക്കണം. അത്രയേറെ നമ്മൾ കുട്ടികളുമായിട്ട് അടുത്തറിയണം, അവരെ മനസ്സിലാക്കണം. അതാണ് പ്രവാചകൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ അധ്യാപകർ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിലപ്പോൾ മറ്റു ജോലിയിൽ ഏർപ്പെടുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഏത് മേഖലയിൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചാലും നിങ്ങൾ നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടിയ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടേതായ വ്യക്തിത്വത്തെ വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. ആദ്യം നമ്മളുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച PA പരീഖ് സാർ. സാർ നമ്മുടെ MES മാനേജ്മെന്റിന്റെ ചെയർമാനാണ്. ചെയർമാൻ MES ട്രെയിനിങ് കോളേജ്. സാറിന് ഈ ഇത്രയും ഒരു വലിയ ഫംഗ്ഷനിൽ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് ഇതിൽ പങ്കാളിയായിട്ട് സാറിന് ഹൃദയപരമായ നന്ദി. പിന്നെ നമ്മളുടെ മുഖ്യ അതിഥി ഫ്രാൻസിസ് ചെറുനില, പ്രൊഫസർ ഡോക്ടർ ഫ്രാൻസിസ് ചെറുനില. സാറിനെ നമുക്ക് കിട്ടിയത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് നമ്മളോടൊപ്പം നിന്ന സാറിന് വളരെയധികം അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ റഹീം ഫസൽ സാർ, ചെയർമാൻ സ്റ്റാൻഡിംഗ്
ഇവിടെ ഈ പ്രോഗ്രാമിനെ മോടി വെക്കുകയാണ് ഉണ്ടായത്. സാറും ഇത്രയും സമയം തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ വന്ന MESന്റെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സക്കീർ ഹുസൈൻ സാർ, അക്ഷരത് സാർ, നിസാർ സാർ, അഡ്വക്കേറ്റ് ഇസ്മയിൽ സാർ, എല്ലാവർക്കും ഒന്നിച്ചു തന്നെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളെ ആദ്യത്തെ എത്തിച്ചേർന്നതിന് വളരെയധികം സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പില്ലർ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദിസ് MES ട്രെയിനിങ് കോളേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് നമ്മുടെ അസ്സാം സാർ. സാറിന്റെ മാസ്റ്റർ പ്ലാൻ ബ്രെയിൻ എന്ന് പറഞ്ഞത് MES കോളേജിന്റെ ഏത് ഉയർച്ചയ്ക്കും സാറിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. സാറിന്റെ ഒരു താല്പര്യവും ഒരു കോർഡിനേഷനുമാണ് നമുക്കിത് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത്. സാറിന് ഹൃദയമായ നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ TP ഓമന ടീച്ചറിനെ എല്ലാവരും സംബോധന ചെയ്യുന്നത് അമ്മ എന്നാണ് എപ്പോഴും. എനിക്ക് അതോടൊപ്പം ടീച്ചറിനെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരുപാട് സമാധാനത്തിന്റെ പര്യായമായി കൂടിയാണ് ഞാൻ ടീച്ചറിനെ വിശേഷിപ്പിക്കുന്നത്. കാര്യം ടീച്ചർ എന്നോട് പറഞ്ഞു 2022-24 ബാച്ചിന്റെ ഇൻചാർജ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ദൗത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ടീച്ചർ അത് പറഞ്ഞപ്പോൾ എനിക്ക് യാതൊരു മടിയും തോന്നിയില്ല, ബുദ്ധിമുട്ടും തോന്നിയില്ല. കാര്യം ടീച്ചറോട് അപ്രോച്ചബിളായ ഒരു വ്യക്തിയാണ്. ഏത് സംശയങ്ങളും നമുക്ക് ഏത് സമയവും ചെന്ന് ചോദിക്കാം. വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു ഗൈഡൻസ് തരും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ആ കോർഡിനേഷൻ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങാണ് ഇന്നത്തെ ഈ കോൺവെക്കേഷൻ സെറിമണിയുടെ വിജയം എന്ന് പറയുന്നത്. ടീച്ചറിന് എൻ്റെ അകവഴിഞ്ഞ നന്ദി. പിന്നെ ഇവിടെ അവാർഡ് ജേതാക്കളായ 3 റാങ്ക് ഹോൾഡേഴ്സ്, പിന്നെ MES മെമ്പേഴ്സ്, MESന്റെ വിവിധ സ്ഥാനങ്ങളിലുള്ള മറ്റ് മെമ്പേഴ്സുകളുടെ പേരൻസ്, നമ്മൾക്ക് ഈ പറഞ്ഞതിൽ ദൂരെ യാത്രയിൽ ഇവിടെ എത്തിച്ചേർന്ന പേരൻസ്, പിന്നെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എടുത്തു പറയേണ്ടതാണ്. സ്റ്റുഡൻസ് അതായത് ജൂനിയേഴ്സ്. ഓമന ടീച്ചർ പറഞ്ഞു ടീച്ചിങ് പ്രാക്ടീസിന്റെ ഇടയിലും നമ്മളോടൊപ്പം ഇവിടെ വന്ന് ഇന്നലെ രാത്രി മുഴുവൻ ഇവരോടൊപ്പം സമയം ചെലവഴിച്ച് ഇത്രയേറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തന്ന നമ്മളുടെ സ്റ്റുഡൻസ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്റ്റുഡൻ്റാണ് മുഹമ്മദ് ഉവൈസ്. എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് ഉവൈസിന്റെ അതേ ബിബിൻ പോളുണ്ട്. മുഹമ്മദ് ഉവൈസ് രാത്രി പകലാക്കിയാണ് മുഹമ്മദ് ഉവൈസിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. കോർഡിനേറ്ററാണ് മുഹമ്മദ് ഉവൈസ്. അപ്പം മുഹമ്മദ് ഉവൈസിനും എല്ലാ സ്റ്റുഡൻസിനും
മറ്റുള്ളവർക്കും